ഡ്രഗ്സ് അതിലൊക്കെ നമ്മൾ നിർത്തി അതിലേക്ക് എന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന ഇവളെ അല്ലാതെ ഞാൻ പിന്നെ ആരുടെ കൈയാണ് പിടിക്കുന്നത്? ഞാൻ പറയുന്നത് നന്ദി പറയുന്നത് നിനക്ക് തന്നെ. സന്തോഷമായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുക, നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക, പോസിറ്റീവായിട്ട് സംസാരിക്കുക, പോസിറ്റീവായിട്ട് ഞങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളൂ. അത് പ്രണയമായിരുന്നില്ലല്ലോ, ഒരു സിറ്റുവേഷൻഷിപ്പിൽ വന്ന് പിന്നെ അതൊരു റിലേഷൻഷിപ്പായി. അപ്പോൾ നമ്മുടെ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ, മിക്കവാറും എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അതെ, നമ്മള് അങ്ങനെ ഇത് പ്ലാൻ ചെയ്ത് ഇതിലേക്ക് വന്നതല്ല, പ്രണയിക്കുന്ന പ്രായക്കാരല്ല. അപ്പൊ നമ്മളൊരു സിറ്റുവേഷനിൽ പ്രണയിക്കാൻ പ്രായമൊന്നും ആവശ്യമില്ല. പക്ഷേ ഞങ്ങളത് അങ്ങനെയല്ല, ഞങ്ങളത് പ്രണയത്തെക്കാൾ ഉപരി എന്താ പറയാ, പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരാൾക്ക് ഒരാൾ തണലായിട്ട് നിൽക്കുക എന്നുള്ളൊരു രീതിയാണ് ഞങ്ങൾ ഗ്രാജുവലി വന്നത്. അതെ, നമ്മൾ കോയിൻസിഡൻസ്ലി പരിചയപ്പെട്ടു, പിന്നെ സാഹചര്യങ്ങളൊക്കെ ഒരുപോലെ ആയിരുന്നു. അപ്പോൾ നമ്മൾ സംസാരിച്ചു, മിണ്ടി, കൂട്ടായി, കമ്പനിയായി, ഒക്കെ ഒരുമിച്ച് നിൽക്കാൻ തോന്നി. അങ്ങനെ അങ്ങനെ ഗ്രാജുവലി വളർന്നുകൊണ്ടിരിക്കുന്നു. അല്ല, അത് ഒരു മൊമെന്റ് എന്ന് പറയാൻ പറ്റില്ല, അതിൽ പല മൊമെന്റ്സും ചേർന്ന് വരുന്നതാണ്. എന്ന് വെച്ചാൽ ഞങ്ങള് ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഒറ്റപ്പെട്ട് വളരെ എന്താ പറയുക, ഒരു നല്ലൊരു രീതിയിലായിരുന്നില്ല എൻ്റെ ഒരു പോക്ക് പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ ഒരു ഒറ്റപ്പെട്ടുള്ളൊരു ജീവിതം ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഒരു നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ, ഇങ്ങനെയല്ല ലൈഫ് ഇങ്ങനെ ഒരാളും കൂടി ചേരുമ്പോഴാണ് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആവുന്നത്. അല്ലെങ്കിൽ അത് പോസിറ്റീവ് ആക്കാൻ എനിക്ക് തോന്നുന്നു. ബോയ്സ് എപ്പോഴും ഒരു ലൈഫിലൊരു സ്ട്രഗിൾ വരുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും ബോയ്സ് അല്ലേ, അങ്ങനെയല്ലേ, നമ്മളൊരു കുറച്ച് വെള്ളമടിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ലൈഫ്. പക്ഷെ ഗേൾസ് നേരെ ഓപ്പോസിറ്റാണ്, അവരുടെ ലൈഫ് പോസിറ്റീവ് ആക്കണം, ജീവിച്ച് കാണിക്കണം, ഇങ്ങനെയുള്ളൊരു ചിന്തയാണ് വരിക. അപ്പോൾ ഞാൻ ചാനലിൽ ഇൻജക്ട് ചെയ്തതും അതാണ്, ലൈഫ് പോസിറ്റീവായിട്ട് കാണാൻ പഠിക്കുക, ഇതൊന്നുമല്ല. അപ്പൊ ആ ഒരു രീതിയിൽ പോയിട്ടാണെങ്കിലും ചാനൽ മടുത്തിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ വേറൊരു മാക്സിമത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വളരെ ഇതിലോട്ട് പോയി അറിയാം എനിക്ക് എന്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡ്രഗ്സ് അതിലൊക്കെ നമ്മൾ നിർത്തി അതിലേക്ക് എന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന ഇവളെ അല്ലാതെ ഞാൻ പിന്നെ ആരുടെ കൈയാണ് പിടിക്കുന്നത്? അത്രേ എനിക്ക് ചോദിക്കാറുള്ളൂ. അപ്പോൾ അത് എല്ലാവരും ആ ഒരു സെൻസിലെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ പണ്ട് കുറേ കേട്ടിട്ടുണ്ട്, ഞാൻ കാരണം, അല്ലെങ്കിൽ കുറേ കേട്ടിട്ടുണ്ട്, നീ കാരണമല്ലടാ, ഇവള് കാരണമല്ലടാ നീ ഇങ്ങനെ ആയിപ്പോയത്, അല്ലെങ്കിൽ നീ ഇങ്ങനെ ഒറ്റപ്പെട്ടത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പലതും ഫേസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലൈഫ് കഴിഞ്ഞിട്ട് ഒരു 3 വർഷത്തിന് ശേഷമാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുന്നത് തന്നെ, നമ്മൾ കാണുന്നത് തന്നെ. അപ്പോൾ ഒരു കാരണവശാലും ഒരാളുടെ ലൈഫിലേക്ക് പിന്നെ ഇടിച്ചു കയറി വന്ന ഒരാളല്ല, അതങ്ങനെ ഗ്രാജുവലായിട്ട് എന്നുവെച്ചാൽ ഒരു സോൾമേറ്റ് എന്നുള്ള രീതിയിലേക്ക് വന്ന് പെട്ടതാണ് നമ്മൾ ഒരുമിച്ച് നിന്നു. അപ്പം നമുക്ക് ഓക്കെ വർക്കൗട്ട് ആകുന്നു, പിന്നെ ആ വർക്കൗട്ടിന്റെ പ്രോഗ്രസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത്. അതെ, ഞങ്ങൾ ഹാപ്പിയാണ്. ഞങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോയി പോകണം, ജീവിത അവസാനം വരെ പോകണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഞങ്ങൾ ഹാപ്പിയാണ്. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതങ്ങ് ഉറപ്പിച്ചു, ഞങ്ങൾ അതങ്ങ് പാർട്ട്ണർ പലതരത്തിലും. ഇപ്പൊ നമ്മൾ പറയില്ലേ, ഇപ്പൊ ഞാനായാലും പ്രോ ആയാലും നമ്മൾ ആണുങ്ങളുടെ ഒരു അതിനോട് ഇപ്പം എനിക്കൊരു വിരോധമുണ്ട്. കാരണം നമുക്ക് ആരെന്നോ എന്തെന്നോ ഒരു പരിചയമില്ലാത്ത ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ ഏറ്റവും വലിയ പാട്. എനിക്കൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളുടെ കൂടെ ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന സുഹൃത്തുക്കൾ, സ്ത്രീകൾ തന്നെ. അപ്പം അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ മനസ്സിലാക്കാനാണ് ഏറ്റവും വലിയ പാട്. സോ അതുകൊണ്ട് തന്നെ നമ്മളുടെ ലൈഫ് വെച്ചിട്ട് പെട്ടെന്ന് സഡൻ ഒരു തീരുമാനങ്ങൾ എടുക്കാതെ കുറച്ചൊന്നും ടൈം എടുക്കുന്നത് നല്ലതാണ്. എപ്പോഴും റയർ കേസുകളിൽ അത് നമുക്ക് ഓക്കെ ആയിട്ട് വരും. ചിലർക്ക് അത് ജെല്ലായി കിട്ടും, അതൊരു ഭാഗ്യമാണ്. നമ്മൾ പറയുന്നത് പരസ്പരം മനസ്സിലാക്കാൻ ഒരു ടൈം പീരീഡ് എടുക്കുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശരിയല്ലല്ലോ. അത് ഓരോരുത്തരുടെ കൺസെപ്റ്റ് അല്ലേ, ഓരോരുത്തർ പരസ്പരം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഡേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിച്ച് നമുക്ക് ട്രിപ്പ് പോകാം, അതൊന്നും കുഴപ്പമില്ല. നമ്മൾ ഒന്നിച്ച് കുറച്ച് സംസാരിക്കാം, അങ്ങനെയൊക്കെ ടൈം പീരീഡ് ഫിക്സ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പം ആ ഒരു ടൈം പീരീഡില് ഇപ്പൊ പരസ്പരം മനസ്സിലാക്കാൻ പറ്റുമോ, ഇങ്ങനെ ഒത്തു പോവോ, അടിയാവോ, ബഹളാവോ,
എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ആയാലും കുഴപ്പമില്ല, അത് കോംപ്രമൈസിലേക്ക് വരണം. നമ്മൾ മിക്കവാറും അടിയാവാറുണ്ട്. നമ്മളതൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അവരുടെ ഫേവറേറ്റ് ആണ് ഗുരുവായൂരപ്പൻ. പിന്നീട് എൻ്റെയും ഫേവറേറ്റ് ആയി. എന്നുവെച്ചാൽ എനിക്കങ്ങനെ ഒരു പെർട്ടിക്കുലർ, ഞാനൊരു ദൈവവിശ്വാസിയാണ്. ഇന്നയാള് കൃഷ്ണൻ, ഇന്നയാൾ ശിവൻ, അങ്ങനെയൊക്കെയുള്ള ഒരു ദൈവവിശ്വാസിയാണ്. നമ്മളുടെ ലൈഫിൽ ഒരു വലിയ പങ്കുണ്ട്, അത് തന്നെയാണ് കാര്യം. അതുണ്ട്, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അതെ. അപ്പം ഗുരുവായൂരപ്പൻ എല്ലാമാണ് ഭഗവാൻ നിശ്ചയിക്കണ പോലെ ആണ് നമ്മളിവിടെ വരെ എത്തിയത്. ഇനിയുള്ള നമ്മുടെ ലൈഫും ഭഗവാന്റെ കയ്യിൽ മാത്രമാണ് അർപ്പിച്ചിരിക്കുന്നത്. ഭഗവാന്റെ തുണ ഉണ്ടാവുക, അത്രേ ഉള്ളൂ. കാണുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. അത് നമ്മുടെ പുതിയ തലമുറ ഓക്കെ, അവർക്ക് അതൊക്കെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അവർക്ക് അതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കല്യാണം കഴിക്കണമെന്നില്ല ഒന്ന് ജീവിക്കാൻ എന്നുള്ള കാഴ്ചപ്പാടുള്ള ആൾക്കാരാണ് നമ്മുടെ പുതിയ തലമുറ. പുതിയ ഒരു മുമ്പുള്ള തലമുറ വരെ. പക്ഷെ നമ്മുടെ അമ്മമാര്, അച്ഛന്മാര്, അച്ചാച്ചന്മാര്, ആ ഒരു തലമുറക്ക് ഇതൊന്നും ഒരിക്കലും ദഹിക്കാൻ പറ്റുന്നില്ല. അവരൊന്നിച്ച് ജീവിക്കുന്നു. കല്യാണം കഴിച്ചില്ല, ഇല്ല, അവളെ വെച്ചോണ്ടിരിക്കുവാണോ നീ എന്നുള്ള ചോദ്യങ്ങൾ പച്ചക്ക് ചോദിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇടുന്ന ഫോട്ടോസിനും അല്ലെങ്കിൽ ഇതിന് വരുന്ന അടിയിൽ വരുന്ന കമൻസ് കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് അറിയില്ലേ നമ്മൾ ഈ കമൻസ് വായിക്കുന്നത് നമുക്കത് വിഷമാവും എന്നുള്ള ചിന്തയൊന്നും ഇല്ലേ. അതൊരു വിഷമം തന്നെയായിരുന്നു. പക്ഷെ ഇനി അത് പറയില്ലല്ലോ. ഞാൻ ഇതാ താലി കെട്ടിയിട്ട് സ്വന്തമാക്കിയിരിക്കും, ഭാര്യയും ഭർത്താവുമാണ് ഒഫീഷ്യൽ. എന്നിപ്പോൾ പ്രശ്നമില്ലല്ലോ, ലിവിങ് ടുഗദറിന്റെ ടെൻഷൻ തീർന്നല്ലോ. ആ ഒരു സന്തോഷം. അറിയില്ലാത്തോണ്ടാണ്. ഇപ്പം ലിവിംഗ് പാർട്ട്ണറിന് തന്നെ റൈറ്റ്ഫുൾ ആയിട്ട് വരുന്നുണ്ട് ലീഗൽ സൈഡുകൾ. അത് നിങ്ങൾക്ക് അറിയില്ല. LLB ഫൈനൽ സെമസ്റ്റർ ആയതുകൊണ്ട് അവർക്ക് കറക്റ്റായിട്ട് അറിയാം. അപ്പം നിയമപരമായിട്ട് മുന്നോട്ട് പോയി. പക്ഷേ ചടങ്ങ് ഉണ്ടാവില്ല എന്ന് മാത്രം. രണ്ടുപേർക്ക് പോകാം. ആ ഒരു ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു ചടങ്ങില്ല. രണ്ടുപേർക്ക് പോകാൻ എളുപ്പമായിരിക്കും എന്നാണുള്ളൂ. അല്ലാതെ വേറെ കെട്ടുപാടുകളില്ലല്ലോ. കുറച്ച് കെട്ടുപാടുകൾ അവിടെ നിൽക്കട്ടെ. കുറച്ച് കെട്ടുപാടുകളുള്ളതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ സന്തോഷം. എല്ലാവരും സദ്യ കഴിച്ചിട്ട് പോകണം. നിങ്ങൾ വന്നതിന് സഹകരിച്ചിട്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട്. താങ്ക് യു ആൾ. ഓക്കെ. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നന്ദി ഈ ദിവസം ആരോടാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ചേച്ചിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ നന്ദിയായിട്ട് ഓർക്കുന്ന ആരെയായിരുന്നു? ഗുരുവായൂരപ്പനെ. ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ എന്താണെന്ന് പറയും? എന്താ പറഞ്ഞത്? ഞാൻ പറയുന്നത് നന്ദി പറയുന്നത് എനിക്ക് തന്നെ. ഓ, എൻ്റെ അടുത്താണോ? ഓക്കെ, ആയിക്കോട്ടെ, താങ്ക് യു. ചേട്ടൻ എൻ്റെ അടുത്താണെങ്കിൽ, കാരണം ചേട്ടന് വഴികാട്ടിയത് ഞാനാണെങ്കിൽ എനിക്ക് വഴികാട്ടി എപ്പോഴും ഗുരുവായൂരപ്പനാണ്. നമ്മളെ വഴികാട്ടികളോടാണ് നമുക്ക് നന്ദി. റൂട്ട് കറക്റ്റ് അല്ലേ? ഞാൻ പറയുമ്പോ